ഹലോ ഗേസ്, അപ്പോൾ ഇന്നത്തെ പോലെ നമ്മൾ രാവിലെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇന്ന് വൃശ്ചിക 1 അതുപോലെ തന്നെ നൻഷികയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എം ജി അണ്ണന്റെ അയ്യപ്പ ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ട്. ചായ എം ജി അണ്ണന്റെ അയ്യപ്പ ഭക്തിഗാനം രാവിലെ പൊളി വൈബാണ് ഗേസ്. അപ്പോൾ ഇതേ അൻഷിക എന്നത്തെ പോലെ കുറേ ബുക്കൊക്കെ ആയിട്ട് രാവിലെ വന്ന് അടുക്കളയിൽ ഇരിപ്പുണ്ട്. ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉള്ള ദിവസം കുട്ടി ഇങ്ങനെയാണ്. കുട്ടിക്ക് രാത്രി എത്ര പഠിച്ചാലും അങ്ങോട്ട് മതിയാവത്തില്ല. പിന്നെയും വന്ന് ഇങ്ങനെ ഇരിക്കും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതേ നൻഷികയുടെ 8th ബർത്ത്ഡേ ആണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഗൈസ്, ഞാൻ അവളെ അമ്മയായിട്ട് 8 വർഷമായിരിക്കുന്നു. ഈ 8 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ദേ നമ്മൾ സ്കൂളിലേക്കുള്ള സ്വീറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ കൊടുക്കാനുള്ളത് പ്രത്യേകം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഒരുക്കി വിടുകയാണ്. അതൊരു 1.5 ടാസ്ക്കാണ് കേസ്. 7 മണി മുതൽ 8:45 വരെ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ പല നാടകീയ രംഗങ്ങളും ഇവിടെ അരങ്ങേറുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒക്കെ ഒരു മാല ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷയം. അപ്പോൾ അച്ഛനോടൊക്കെ സംസാരിച്ചു. ഞാൻ ആ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഉടുപ്പിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കിടന്ന് പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആയിരുന്ന ദിവസം പരാതി പറഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളങ്ങ് ഡീസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുങ്ങിയല്ല സോറി തെറ്റിപ്പോയതാ, ഒരുക്കുവാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുടി കെട്ടുന്നതാണ് എനിക്കൊരു വലിയ ടാസ്ക്. കുട്ടി ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ അങ്ങനെ വലിച്ചോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അൻഷികയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നാനൂട്ട് എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. ഇതിവിടെ സ്ഥിരമാണ്. നാനൂട്ടം നോക്കുമ്പോൾ ആരും കഴിക്കുന്നില്ല, വെറുതെ അവിടെ ഇരിക്കുന്ന നോക്കാം. പിന്നെ ഞാൻ കഴിച്ചേക്കാം. അതാണ് കേട്ടോ കുട്ടിയുടെ മൈൻഡ്. കുട്ടി അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക വൈബുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. നമ്മുടെ സ്വന്തം കാര്യമൊക്കെ മാത്രമൊക്കെ നോക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടറാണ്. അപ്പം മുടിയിൽ ഇങ്ങനെ ചീപ്പുന്നതിനാണ് ഇങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നതും ഇങ്ങനത്തെ കുറേ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അൻഷികയുടെ ഫ്രണ്ടിൻ്റെ അമ്മ കൊടുത്തതാണ്, ധ്രുപതിൻ്റെ അമ്മ. അപ്പം എൻ്റെ ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. അപ്പം ആർദ്ര കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇതേൻ്റെ സ്കൂളിൽ പോവാണ്. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സ് ഇടാം. ഇങ്ങനെ നടന്ന് കുറച്ച് ചെന്ന് റോഡിലേക്ക് നിൽക്കണം കേട്ടോ. അന്നേരമാണ് ബസ് വരുന്നത്. അപ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പിയൊക്കെയാണ്. ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്നതാണ് അൻഷികയുടെ സ്കൂൾ ബസ്. അങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റി മിഠായി ഒക്കെ കൊടുത്ത് കുട്ടിയെ വിട്ടിട്ടുണ്ട്. അടുത്ത വ്ളോഗ് നമ്മൾ അടുത്ത ബർത്ത്ഡേ വ്ളോഗ് ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.